അധികം കുറച്ച് മുന്നിക്ക്. മാരേജിൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന്. അപ്പം ഇന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മോന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവരൊക്കെ എണീച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം പോവാൻ. ഇതിൽ എണീറ്റിട്ടാണ് എന്താ ഇടുന്നതെന്ന് തന്നെ നോക്കുന്നത്. സോ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ആക്കണം. കല്യാണത്തിന് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇപ്പം വിളിക്കാൻ വരും. അപ്പോൾ അതിന് മുമ്പ് അയണിങ്ങും മറ്റു പരിപാടിയൊക്കെ തീർത്ത് സെറ്റാക്കണം, എന്നിട്ട് വേണം കുട്ടികളെ വിളിക്കാൻ. ഇത് പോകുന്നതുകൊണ്ട് തന്നെ 3 ബാഗാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അഥവാ അവിടെ പോയിട്ട് ഡ്രസ്സ് സെറ്റും വേണ്ട, വേറെ ഡ്രസ്സ് ഇടാമെന്ന് തോന്നിയാലോ വിചാരിച്ചിട്ട് എക്സ്ട്രാ എനിക്കും കുട്ടികൾക്കും ഉള്ള കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് ബാഗിൽ കരുതിയിട്ടാണ് പോകുന്നത്. രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഉച്ചയായി ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തുന്ന മുമ്പ് തന്നെ പെണ്ണിൻ്റെ ആൾക്കാർ വന്നു, പെണ്ണിനെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. നേരെ പോയി ഫുഡ് അടിച്ചു. പിന്നെ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കാൻ കയറി. ഒന്നും കൂടി അതെ, കുറച്ച് അധികം അത്ര വേണ്ട, കുറച്ച് മുന്നിക്ക്. കല്യാണം കാലിക്കറ്റ് ഗ്രാൻഡിൽ വെച്ചിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് കാലിക്കറ്റ് ബീച്ച്. അപ്പോൾ ഉപ്പനെയും മോനെയും പെട്ടെന്ന് കാണുന്നില്ല. അവർ ബീച്ചിൽ പോയിട്ട് ഫോട്ടോ എടുക്കലും കടൽ കാണാൻ പോയതൊക്കെ ആയിരുന്നു. ഇറങ്ങി ഞങ്ങൾ ബീച്ചിൽ പോയി അവനെയും കൂട്ടി വീട്ടിലോട്ട് വരുന്ന ടൈമിലായിരുന്നു ഞങ്ങൾ കൂൾ ബാർ കണ്ടത്. കണ്ടപ്പോൾ ഒരു ഫലൂദ അടിക്കാൻ പൂതി. സോ പൂതി നമ്മൾ മാറ്റി വെക്കരുതല്ലോ, അതുകൊണ്ട് അവിടെ കയറി ഒരു ഫലൂദ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. നൈസ് ഗ്രൂം ആൻഡ് ബ്രൈഡ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്.